അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ വീഡിയോസിനെല്ലാം കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടോ. കാരണം ഇന്ന് ഞങ്ങളുടെ പുതിയതായിട്ട് വെക്കാൻ പോകുന്ന വീടിൻ്റെ കട്ടിള വെപ്പ. അപ്പം നമ്മുടെ റേഷൻ കടയുടെ ബാക്കിൽ തന്നെയാണ് നമ്മുടെ പുതിയതായിട്ട് വീട് വയ്ക്കുന്നത്. 2 വർഷം കൊണ്ട് അടിത്തറ കെട്ടിയിട്ടേക്കുക. പിന്നെ നമ്മൾ പതുക്കെ പണിഞ്ഞാൽ മതിയല്ലോ, നമുക്ക് ധൃതിയൊന്നും ഇല്ലല്ലോ, നമുക്ക് താമസിക്കാൻ അത്യാവശ്യം ചെറിയൊരു വീടുണ്ടല്ലോ. അപ്പം കടവും ഇടവൊന്നും ആക്കി വീട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ കയ്യിലെ കാശിനനുസരിച്ച് കുറച്ച് പണിയാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് കട്ടിള വെപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ റോഡ്. അങ്ങനെ അധികം ആരോടും പറഞ്ഞില്ല. തൊട്ടപ്പുറത്ത് 1-2 വീട്ടിലും, പിന്നെ നമ്മുടെ തൊട്ടടുത്ത ബന്ധുക്കൾ, തൊട്ടടുത്ത് കിടക്കുന്ന ബന്ധുക്കൾ, അങ്ങനെ കുറച്ച് കൂട്ടുകാർ, ഒരു അച്ഛൻ്റെ 1-2 കൂട്ടുകാർ, അത്രയൊക്കെ ഉള്ളൂ. കട്ടിളവെപ്പിന് അങ്ങനെ വലിയ ചടങ്ങായിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വരുന്നവർക്ക് ഇച്ചിരി ചായ കൊടുക്കണമല്ലോ. അപ്പം തൊട്ടപ്പുറത്തെ ചായക്കടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ. അപ്പോൾ അവർക്ക് കുടിക്കാനായിട്ട് ഗ്ലാസ് വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കെല്ലാം കടയും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. അങ്ങനെ ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങാനായിട്ട് പോയപ്പോൾ ആഷ്മിക്ക് ഉടനെ ലോലിപ്പോപ്പ് വേണം. പിന്നെ കൊച്ചുളുപ്പങ്കാലത്ത് 2 ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇവിടെ ഈ കൊല്ലം ഇവരാണ് ഈ എടുക്കുന്ന അണ്ണവരെ മേശരിയും ആശാരിയും അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ ചടങ്ങൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ വന്ന് നമ്മുടെ കട്ടിളവെപ്പിനുള്ള പൂജാ സാധനങ്ങൾ, വിളക്കത്തീര്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ഒരുക്കുകയാണ്. കണ്ടോ, ഇതാണ് അടിത്തറ കെട്ടുന്നത്. അടിത്തറ കെട്ടിയിട്ടിരുന്നിട്ട് ഇപ്പം കുറേ നാളായി കേട്ടോ. നമുക്ക് അത്യാവശ്യം താമസിക്കാൻ ഒരു വീടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കടമാക്കിയോ ലോൺ എടുത്തോ അതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് പതുക്കെ മതി. പിന്നെ പുതിയ രീതിയിലുള്ള വീട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു മോഹമാണല്ലോ. ഇത് നമ്മുടെ ഒരു മോഹമാണ്. എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞ് മാറണം എന്നൊക്കെ വിചാരിക്കുന്നു. നല്ല ലോണൊക്കെ എടുത്ത് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്നെ ചെയ്യാമായിരുന്നു, പക്ഷേ വേണ്ടെന്ന് വെച്ചു. രാവിലത്തെ സമയമായിരുന്നു. അങ്ങനെ തലേന്ന് നമ്മൾ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചു. കാരണം അവർ പറഞ്ഞായിരുന്നു ഇന്നതൊക്കെ വേണം. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും, നമ്മൾ പൂവ് കാര്യങ്ങൾ നിലവിളക്ക് എല്ലാം ഒരുക്കി വെച്ചിരുന്നു. പക്ഷേ വെറ്റാപ്പാക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെ മറന്നുപോയി. നമുക്ക് വിഷയമില്ല, തൊട്ടപ്പുറത്ത് കടയുണ്ടായതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു വിഷയമില്ല, അന്നേരം കൊണ്ട് മേടിച്ചാൽ മതി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇവർ അച്ഛന് ഒരു 10-20 ദിവസത്തെ ലീവിന് വന്നത്. കാരണം തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് ഈ മകരമാസത്തിൽ വേണം നമുക്കിത് ചെയ്യാൻ. കുംഭമാസത്തിൽ നമുക്കിതിനൊന്നും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ മകരം 30-ാം തീയതിയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എടുത്തത്. അപ്പോഴത്തേക്കിനാണ് എല്ലാം റെഡിയായി വന്നത്. ഇതൊക്കെ സമയമല്ലേ, എത്ര നമ്മൾ കയ്യിൽ കാശ് കരുതി വെച്ചെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു സമയമാണ്. ആ സമയത്തെ ഇതെല്ലാം നടക്കും, സത്യം. കാരണം ഇപ്പോഴായിരിക്കും സമയമായത്. അങ്ങനെ ചടങ്ങുകളെല്ലാം നടക്കും. പിന്നെ ആഷ്മിക്ക് സ്കൂളിൽ പോകണം. ലച്ചുവിന് സ്കൂൾ അടച്ചിരിക്കുക, ആഷ്മിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ച് 8 മണി 8:15 ആകുമ്പോഴത്തേക്കിനും എല്ലാം കഴിയുമല്ലോ. അപ്പോൾ വീട്ടിൽ ചെന്ന് ഒരുക്കി അങ്ങ് വിട്ടാൽ മതിയല്ലോ. അപ്പം ദോശയൊക്കെ ഉണ്ടാക്കണം. ചെന്നിട്ട് ദോശ ഉണ്ടാക്കിയാൽ ചോറ് വെച്ചിട്ടാണ് വന്നത്. കൂട്ടാനൊന്നും ആയില്ല. ഞാൻ വെച്ചാൽ സമയം കിട്ടും, 8:45 പോയാൽ മതിയല്ലോ. ചമ്മന്തി അരച്ച് മുട്ടയോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചൊക്കെ ഇരുന്നത്. എന്തായാലും കട്ടിള വെപ്പ് ചടങ്ങൊക്കെ, ഇപ്പോൾ കട്ടിളയൊക്കെ എല്ലാവരും തൊട്ട് വേണം, അവിടെ ചന്ദനമൊക്കെ ചേർത്ത്. ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായതുകൊണ്ട് നമുക്കിതൊക്കെ ഒരു വലിയ കാര്യമാണ്. നമ്മളെ കടയോട് ചേർന്ന് കടയും വീടും കൂടെ ഒരുമിച്ച് വെക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇത്രയും നാൾ ലേറ്റായത്. കാരണം അതിനൊപ്പിച്ചൊരു സ്ഥലം കിട്ടണം, വീടിനടുത്ത് തന്നെ ഒരു സ്ഥലം കിട്ടണം. കാരണം ഞാനും അമ്മയും കൂടെ കടയിൽ പോയി കഴിയുമ്പം കുട്ടികളൊക്കെ ഒറ്റയ്ക്കാവുമല്ലോ. അപ്പം ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ വേണ്ട. കുട്ടികളും കൂടെ ഉണ്ട്, കടയും നടത്തുക, അതിൻ്റെ രീതിക്ക് നടത്തുക. അങ്ങനെ കടയും വീടും കൂടെ ഒരുമിച്ച് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടത്തെ വസ്തു മേടിച്ച് വീട് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അതായിപ്പോൾ ഇത്രയും ലേറ്റായി പോയത്. നമ്മൾ താമസിക്കുന്നിടത്തായിരുന്നെങ്കിൽ നമുക്ക് തന്നെ നല്ലൊരു വീടൊക്കെ വെക്കാമായിരുന്നു. പക്ഷേ ഇത്രയും ലേറ്റായത് ഇങ്ങനൊരു സ്ഥലമൊക്കെ നോക്കി നടന്ന് സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഓരോരോ കാര്യങ്ങളാണല്ലോ. പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ ചടങ്ങുകളെല്ലാം ഏകദേശം പൂർത്തിയായി. രണ്ട് കട്ടിള വയ്ക്കാനുള്ളതെല്ലാം സിമെൻറ്റൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു. അപ്പം ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം കട്ടിള തൊട്ട് തൊഴണം. അങ്ങനെ എല്ലാവരും തൊട്ട് തൊഴുതു. പിന്നെ കട്ടിള വയ്ക്കുക. അപ്പം ഗൃഹനാഥയും വേണമെന്ന് പറഞ്ഞിട്ട് എന്നെയും പിടിച്ചെടുത്ത് ഞാനും ഇതിനിടയ്ക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. എവിടെ വന്നുണ്ട് ഇപ്പോൾ വരുമെന്ന് തോന്നി. ഞാനും ഇതിനിടയ്ക്ക് ഒന്ന് ചുമ്മാ അതൊന്ന് തൊട്ടുകൊണ്ട് നിന്ന്. എനിക്കെങ്ങാണ്ടാവും ഇതൊക്കെ പൊക്കിയെടുക്കുന്നതൊക്കെ അവരൊക്കെ അങ്ങ് ചെയ്തോളും. പിന്നെ പൂമാല മേടിച്ചു. പൂമാലയൊക്കെ ഇട്ട് ഞാൻ വന്ന് പിടിക്കുക. ഞാൻ വെറുതെ ഒന്ന് ഷോയ്ക്ക് നിന്നതേ ഉള്ളൂ. ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ ചുമ്മാ ഷോയ്ക്ക് നിന്നതേ ഉള്ളൂ. നമുക്ക് വലിയ ആരോഗ്യമൊന്നുമില്ലല്ലോ ഇതൊന്നും പിടിക്കാനായിട്ട്. അങ്ങനെ കട്ടിള വെപ്പ് ചടങ്ങ് ഭംഗിയായിട്ട് നടന്നു. ഇനി പടിപടിയായിട്ട് കുറേശ്ശെ പണി, ഒറ്റയടിക്ക് തീർക്കുന്നില്ല, കുറേശ്ശെ നമ്മുടെ കയ്യിലുള്ളതുപോലെ പണിയൊക്കെ തീർക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പൂമാല തലേന്ന് വൈകുന്നേരം നമ്മൾ കട്ടിളയ്ക്ക് വേണ്ടുന്നൊരു പൂമാല പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ അവർ ചെന്നപ്പോഴത്തേക്കിനും പാലുകാച്ചിന് വേണ്ടിയിട്ടുള്ളൊരു പൂമാലയായിട്ട് അന്ന് വിട്ടത്, വലിയ പൂമാല.
പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ഒരാൾ മേടിക്കാൻ പോയപ്പോൾ വേറൊരാൾ അങ്ങനെ ഇനി ആർക്കെങ്കിലും എടുത്തു വെച്ചിരുന്നതെന്ന് പറഞ്ഞുകൂടെ. എന്തായാലും കട്ടിളയുടെ പൂമാലയല്ല തന്നത്, പാലുകാച്ചിൻ്റെ പൂമാല. പക്ഷേ സംഭവം ഇത്രയും തന്നെ വേണമായിരുന്നു, ഇത്രയും വലിപ്പത്തിലുള്ള വേണമായിരുന്നു. മറ്റേ ചെറുതായി പോയതിനായിരുന്നു. എന്തായാലും അക്കാര്യത്തിലും ഓക്കെ ആയി. കാരണം ഇല്ലെങ്കിൽ പൂമാല ചെറുതായി പോയതിനായിരുന്നു. എന്തായാലും വലിയ പൂമാല ഇട്ടുകൊണ്ട് കാര്യമായി. അങ്ങനെ ചടങ്ങെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. അപ്പം പിന്നെ വന്നവർക്കെല്ലാം നമ്മൾ ചായയൊക്കെ കൊടുത്തു. ദാണ്ട ഇതാ പൂമാല അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂമാലയായിപ്പോയി. നമ്മൾ പറഞ്ഞിരുന്ന ഇതല്ല, പക്ഷേ നമുക്ക് കിട്ടിയത് ഇതാ. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ആഷ്മിയെ സ്കൂളിൽ വിടണ്ടേ, അങ്ങനെ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. എവിടുന്ന് പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല. എല്ലാവരും അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന്. പിന്നെ അവിടുന്ന് സാധനം എല്ലാം പറക്കണ്ടായിരുന്നു. അങ്ങനെ സാധനവും പറക്കി എല്ലാം സെറ്റപ്പ് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും 9 മണിയായി. അങ്ങനെ ആഷ്മിയുടെ സ്കൂളിൽ പോക്ക് അവിടെ അങ്ങ് നിന്ന് അന്ന് സ്കൂളിലും പോയില്ല ഈ ഒരു കാര്യം കൊണ്ട്. കുഴപ്പമില്ലായിരുന്നു. വേണമെങ്കിൽ ഒരു 9:30 ആകുമ്പം പോകാമായിരുന്നു. ഇവർക്ക് ഒരു 8:45 9 മണിയാകുമ്പോൾ സ്കൂൾ തുടങ്ങും. അപ്പോൾ ഇച്ചിരി ലേറ്റായി കഴിഞ്ഞാൽ ഇവളുമാർക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. വഴക്ക് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇനിയിപ്പം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ല, ഇതിനെ ചെയ്ത എല്ലാവർക്കും നമ്മൾ ദക്ഷിണ കൊടുക്കണം. അപ്പോൾ ആ ഒരു ചടങ്ങാണ്. എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തു. എല്ലാവരും ദക്ഷിണയൊക്കെ മേടിച്ച് പിരിഞ്ഞു. അങ്ങനെ ഞാനും കുറച്ച് നേരം കടയിലിരുന്ന് ചെയ്തു. പിന്നെ റേഷൻ കട ഫ്രണ്ടിൽ തന്നെ അല്ലേ, ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ റേഷൻ കട. അപ്പം എന്തൊക്കെ ചടങ്ങുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇനിയിപ്പം വീട്ടിലൊരു നല്ലൊരു ഫംഗ്ഷൻ ഉണ്ടായാലും പിന്നെ ഒരു മരണം ഉണ്ടായാലും എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ റേഷൻ കട തുറന്നേ പറ്റൂ. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെല്ലാം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസത്തെ ലീവ്, അതിനപ്പുറം നമുക്ക് റേഷൻ കട അടച്ചിടാൻ പറ്റത്തില്ല. അപ്പം പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാനും അമ്മയും കൂടെ ആയതുകൊണ്ട് ഒരു വീട്ടിലെ ആയതുകൊണ്ട് നമ്മൾ പകരമൊന്നും ഏൽപ്പിക്കാനൊന്നും ആരുമില്ല. അങ്ങനെ റേഷൻ കട എന്തായാലും വന്നപ്പോഴേ തുറന്നിട്ടു. പിന്നെ ഞാനും പിള്ളേരുടെ കുറച്ച് നേരം റേഷൻ കടയിലൊക്കെ ഇരുന്നിട്ടാണ് പോയത്. അങ്ങനെ ആകെപ്പാടെ ലേറ്റായി. അങ്ങനെ വീട്ടിൽ വന്ന് പെട്ടെന്ന് ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി. അങ്ങനെ എല്ലാവരും ടി വിയും വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഒരച്ഛനും മക്കളും ദോശയൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പം ചോറ് വെച്ചിട്ടുണ്ട്, കൂട്ടാനൊക്കെ വെക്കണം. പിന്നെ നമുക്കിവിടെ 5 പേരുണ്ടല്ലോ, മിക്കുവും ഫാമിലിയും ബെല്ലയൊക്കെ, അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം മീനില്ലായിരുന്നു. അപ്പം ഞാനിവർ അച്ഛനെ പറഞ്ഞ് മീൻ വിട്ടു കേട്ടോ. പക്ഷേ മീൻ പോയപ്പോഴത്തേക്കിനും ലേറ്റായിപ്പോയി. അങ്ങനെ മീനെല്ലാം അങ്ങ് തീർന്നു പോയി. പിന്നെ ചൂടയാന്ന് തോന്നുന്നു കിട്ടിയത്. ചൂട മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാ മീനും മെസ്സേജ് രാവിലെ കണ്ടായിരുന്നു. പക്ഷേ വിളിച്ച് പറഞ്ഞിരുന്നാൽ മതിയായിരുന്നു, ഒരു മീനെടുത്ത് വെച്ചേനെയായിരുന്നു. ഇത് മത്തി, നമ്മുടെ മിക്കുവിനൊക്കെ കൊടുക്കാനുള്ള മത്തിയുണ്ട്. പിന്നെ വിളിച്ച് പറയാൻ വിട്ടുപോയി. അപ്പോൾ ചെന്നപ്പോഴത്തേക്കിനും മീനെല്ലാം തീർന്നു. കുറച്ച് ചൂടയുണ്ട്. പിള്ളേർ സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ പണിയെല്ലാം കഴിയും. ഇത് ലേറ്റായി കഴിഞ്ഞാൽ പിന്നങ്ങ് ഭയങ്കര പാടാണ് ജോലി ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് പെട്ടെന്ന് മീനൊക്കെ വെട്ടി, കുറച്ച് ചൂട ഞാൻ തോരനും വെച്ച്, കുറച്ച് ചൂട ഞാൻ വറക്കുകയും ചെയ്തു. പിന്നെ പച്ചക്കറി ഇട്ട് ഒഴിക്കാനായിട്ട് ഒരു പച്ചത്തീയൽ, തേങ്ങ അരച്ചൊക്കെ ഒരു പച്ചത്തീയൽ പോലെ വെച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉച്ചക്കത്തേക്കുള്ളതും റെഡിയാക്കി.